നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച പരമ്പരയായിരുന്നു ഉപ്പും മുളകും. സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ടും നർമ്മം കൊണ്ടും പ്രേക്ഷകരെ കയ്യിലെടുക്കുവാൻ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കുമായി. ഓൺ സ്ക്രീനിൽ അഭിനയിക്കുന്നതിന് പകരം ജീവിക്കുന്നവരാണ് ഉപ്പും മുളകും കുടുംബം. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ നിർത്തിവെച്ചിട്ടും പ്രേക്ഷകരുടെ നിർബന്ധത്തെ തുടർന്ന് ഉപ്പും മുളകും വീണ്ടും ആരംഭിക്കേണ്ടി വന്നത്. ഉപ്പുമുളകും കുടുംബത്തിലെ ഓരോ കഥാപാത്രവും ഇന്ന് മലയാളികളുടെ വീട്ടിലെ അംഗങ്ങളാണ്. ഓൺ സ്ക്രീനിൽ മാത്രമല്ല, ജീവിതത്തിലും അവരെ മലയാളികൾ കാണുന്നത് ബാലുവും നീലുവും ലച്ചുവും കേശുവും ശിവയും മുടിയനും പാറുക്കുട്ടിയും ഒക്കെ ആയിട്ടാണ്. ഇത്രത്തോളം മലയാളികൾ സ്നേഹിച്ച മറ്റൊരു ഓൺ സ്ക്രീൻ കുടുംബം ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. അതുപോലെയാണ് ഉപ്പുമുളകിലൂടെ താരമായി മാറിയ ആളാണ് അൽസാബിദ്. അൽസാബിദ് എന്ന പേരിനേക്കാളും ഒരുപക്ഷെ മലയാളികൾക്ക് പരിചയം കേശു എന്ന പേരാകും. 8 വയസ്സിൽ ഉപ്പുമുളകിലേക്ക് എത്തിയ കേശു ഇന്ന് +2 വിദ്യാർത്ഥിയാണ്. ഏവർക്കും പ്രിയങ്കരനായ കേശുവിനെ അത്രയും ഇഷ്ടമാണ് മലയാളികൾക്ക്. പഠനത്തിലും അഭിനയത്തിലും ഒരുപോലെ മിടുക്കനായ കേശു ഇന്ന് അഭിമാനമാണ് അമ്മയ്ക്കും. അതേസമയം ഏറ്റവും പുതിയതായി വാലന്റൈൻസ് ഡേക്ക് ഉപ്പുമുളകും ടീം ഒരുക്കിയ എപ്പിസോഡിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. പരമ്പരയിൽ വീണ്ടും ഒരു കല്യാണം നടന്നതിന്റെ വിശേഷങ്ങളാണ് താരങ്ങൾ പറഞ്ഞത്. പരമ്പര തുടങ്ങിയ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിട്ടാണ് കേശു എന്ന കഥാപാത്രത്തെ അൽസാബിദ് അവതരിപ്പിച്ചത്. ഇപ്പോൾ കേശു വളർന്നു വലുതായി വിവാഹവും കഴിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിലാണ് സമാനമായ രംഗങ്ങൾ ഉണ്ടായിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ കേശുവിനുണ്ടായിരുന്ന ക്രഷാണ് അലീന ഫ്രാൻസിസ്. വർഷങ്ങൾക്കിപ്പുറം അലീന വീണ്ടും പരമ്പരയിലേക്ക് എത്തി. വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് അലീന ഫ്രാൻസിസ് കേശുവിന് സമ്മാനവുമായി വരികയാണ്. വീട്ടിൽ ആരും അറിയാതെ കേശു തിരിച്ചും സമ്മാനം കൊടുത്തു. സമാനമായ രീതിയിൽ മെർലിൻ എന്ന കഥാപാത്രവും കേശുവിന് സമ്മാനം കൊടുത്തിരുന്നു. ഇത് രണ്ടും പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരേ സമ്മാനങ്ങളായിരുന്നു. രണ്ടാളും ഒരുമിച്ച് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇതിനിടയിലാണ് കേശു മെർലിനെ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്നത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം വിവാഹിതനായ ശേഷം കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ശേഷം വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാകുന്ന അതിനിടയിൽ വധുവിന്റെ വേഷത്തിൽ അലീന ഫ്രാൻസിസും എത്തുന്നു. കേശു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ ഇങ്ങനെ വന്നതെന്നായി അലീന. എന്നാൽ ഇവൾ സമയം തെറ്റിയാണ് വന്നതെന്നും രാവിലെ വിവാഹം കഴിക്കുകയും വൈകുന്നേരമാണ് അലീനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്നും കേശു പറയുന്നു. ഇതോടെ രണ്ടുപേരും കേശുവിനെ എറിഞ്ഞോടിക്കുകയാണ്. സത്യത്തിൽ പാറുക്കുട്ടി കണ്ട സ്വപ്നം മാത്രമായിരുന്നു ഈ വിവാഹം. മുൻപും സമാനമായ രീതിയിൽ ഉപ്പുമുളകിലെയും കുട്ടികൾ വിവാഹിതരാവുന്നത് കാണിച്ചിരുന്നു. 1000 എപ്പിസോഡ് പൂർത്തിയായപ്പോഴാണ് ലച്ചു എന്ന കഥാപാത്രത്തിന്റെ വിവാഹം നടത്തിയത്. ഈ രീതിയിൽ കഥ അധികം മുന്നോട്ട് പോയിരുന്നില്ല. പിന്നീട് മൂത്ത മകനായ വിഷ്ണു എന്ന മുടിയന്റെ വിവാഹവും കാണിച്ചിരുന്നു. എന്തായാലും വളരെ രസകരമായ രീതിയിലാണ് ഈ കല്യാണം അവതരിപ്പിച്ചിരിക്കുന്നത്.